കേരള വിഷന്റെ ലക്ഷ്യം സംരംഭക മാതൃക സൃഷ്ടിക്കലെന്ന് സംരംഭക കൺവെൻഷൻ. കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമിന് പ്രൗഢഗംഭീരമായ തുടക്കം. മാളയിൽ വാഹനാപകടം, 2 വിദ്യാർത്ഥിനികൾക്ക് പരിക്ക്. മാള സെന്റ് ആന്റണീസ് സ്കൂളിന് സമീപം ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളായ അൻവിത, പുഷ്പ, അനഘ എന്നിവർക്കാണ് പരിക്കേറ്റത്. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സ്ത്രീയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം ആല സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ ലീലയാണ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കേരള വിഷൻ സംരംഭക കൺവെൻഷൻ തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MP ഉറപ്പ് നൽകി. കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമായ കിയുടെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടന്നു. ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ TV കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമത് എത്തുക എന്ന ലക്ഷ്യവുമായാണ് കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചുരുങ്ങിയ കാലഘട്ടത്തിൽ അഭിമാനകരമായ നേട്ടമാണ് കേരള വിഷൻ നേടിയത്. വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് ബെന്നി ബെഹന്നാൻ MP പറഞ്ഞു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഞാനും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കേരള വിഷന്റെ പരിപാടി ഞാൻ പലപ്പോഴായി പങ്കെടുത്തിട്ടുണ്ട്. കൂടുതലും പങ്കെടുത്തത് മാളയിൽ ആണ്. ഞാനിവിടെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആ പ്രസംഗം ശ്രദ്ധിച്ചു. പ്രസംഗം ആവേശകരമായിരുന്നു എന്ന് മാത്രമല്ല, വളരെ കോൺഫിഡൻറ്റോട് കൂടിയാണ് സുരേഷ് പറഞ്ഞത്. ആ കോൺഫിഡൻ്റ് ആണ് ഒരു പ്രസ്ഥാനത്ത് നയിക്കാൻ ഏറ്റവും അനിവാര്യമായത്. ഇവിടെ ബഹുമാനായ ശ്രീ പോൾ തോമസിൻ്റെ ഒരു വിഷയമുണ്ട്, എൻ്റർപ്രണർഷിപ്പ് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ എൻ്റർപ്രണർഷിപ്പ് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസിൽ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ പോൾ തോമസ് അതിൻ്റെ ഒരു മാതൃകയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ 35 വർഷത്തെ പോരാട്ടത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വിജയത്തേരിലൂടെയാണ് കേരള വിഷൻ മുന്നോട്ടു പോകുന്നതെന്ന് ചടങ്ങിൽ COS സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. ചെറിയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വലിയ പ്രസ്ഥാനമായി മാറിയതാണ് കേരള വിഷനെന്നും പ്രയാസങ്ങളെ തരണം ചെയ്യാൻ സംഘടനയ്ക്ക് കഴിഞ്ഞെന്നും കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ K. ഗോവിന്ദൻ പറഞ്ഞു. ചടങ്ങിൽ കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമായ കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് കീ ലോഞ്ചിങ് MLA P. ബാലചന്ദ്രൻ നിർവഹിച്ചു. ഇസാബ് ഗ്രൂപ്പ് MD പോൾ തോമസ് സംരംഭകത്വത്തിലെ വെല്ലുവിളികളും അവസരങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. COS സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേയർ MK വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. മാളയിൽ വാഹനാപകടം, 2 വിദ്യാർത്ഥിനികൾക്ക് പരിക്ക്. മാള സെന്റ് ആന്റണീസ് സ്കൂളിന് സമീപം ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ അൻവിത, പുഷ്പ, അനഘ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാളയിൽ വാഹനാപകടം, 2 വിദ്യാർത്ഥിനികൾക്ക് പരിക്ക്. മാള സെന്റ് ആന്റണീസ് സ്കൂളിന് സമീപം ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ അൻവിത, പുഷ്പ, അനഘ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരവെയാണ് അപകടം നടന്നത്. സീബ്ര ലൈൻ ക്രോസ് ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥിനികളെ ഇരുചക്രവാഹനം ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കൊമ്പത്തുകടവ് കളത്തിത്തറ രാജേഷിന്റെ മകൾ അൻവിത പുഷ്പയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അനഘയുടെ പരിക്ക് സാരമുള്ളതല്ല. ഇന്ന് അധ്യാപക ദിനം. അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ അധ്യാപകരുടെ സേവനവും അവരുടെ ത്യാഗവും ഓർമ്മിച്ചുകൊണ്ട് അധ്യാപക ദിനം ആഘോഷിച്ചു. ആഗോളതലത്തിൽ ഒക്ടോബർ 5-നാണ് അധ്യാപക ദിനം ആഘോഷിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ സെപ്റ്റംബർ 5 ഡോക്ടർ S. രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഗുരുശിഷ്യ ബന്ധം പുതുക്കാനുള്ള ഏറ്റവും നല്ല അവസരമായി ഓരോരുത്തരും ഈ ദിനത്തെ വിനിയോഗിക്കുന്നു. മാള വിദ്യാഭ്യാസ ഉപജില്ലാ അധ്യാപക ദിനാഘോഷം നടന്നു. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം അവതരിപ്പിച്ച രംഗപൂജയോടെ ആരംഭിച്ച ആഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതും ഒരു വിദ്യാലയത്തിൽ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ ഏറ്റവും സൂക്ഷിച്ചിരിക്കുന്ന ഒരു മൂല്യമാണ് അധ്യാപകർ. ഓരോരുത്തർക്കും ഓരോ അധ്യാപകരോടും അതിൻ്റെ പ്രത്യേകമായ
ഓരോ വാത്സല്യവും സ്നേഹവും മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. നമ്മൾ ജീവിതത്തിൽ വിദ്യാലയങ്ങളിൽ പഴയ കാലങ്ങളിൽ പോകുന്നത് പോലെയല്ല ഇന്ന് കുട്ടികൾക്ക് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ്. എല്ലാ സ്കൂളുകളും സ്മാർട്ടാക്കി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് മീഡിയം പോലുള്ള സ്കൂളുകളിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഇന്ന് നമ്മുടെ സാധാരണയുള്ള സ്കൂളുകളിലേക്കും ഒരു വിഷയം സബ്ജക്റ്റ് ഇംഗ്ലീഷായി മാറിയപ്പോൾ കുട്ടികൾ ഒഴുകിയെത്തുകയാണ്. നമ്മൾക്ക് ഉദാഹരണമായി തന്നെ വലിയപറമ്പ് സ്കൂൾ കുറേ കാലങ്ങളായി മാനേജ്മെൻറ്റിൻ്റെ കയ്യിലിരുന്നത് ഇന്ന് നമുക്ക് ഗവൺമെൻറ് അതിൽ ഇടപെടുകയും പഞ്ചായത്തിലേക്ക് അത് തിരിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ സമ്മാന വിതരണം നിർവഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ഷൈല മുഖ്യാതിഥിയായി. ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ എ ജോസ്, വാർഡ് മെമ്പർ കെ വി രഘു, മാള BPC സെബി പെല്ലിശ്ശേരി, അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂൾ മാനേജർ KR ഉണ്ണിക്കണ്ണൻ, പ്രധാന അധ്യാപിക US ജയലക്ഷ്മി, LP സ്കൂൾ പ്രധാനാധ്യാപകൻ TS സുരേഷ് കുമാർ, CA മുഹമ്മദ് റാഫി, TJ ലൈസൻ, ജൂലിൻ ജോസഫ്, C രഞ്ജിത്ത്, CA അഭിലാഷ്, അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അധ്യാപകരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൊടുങ്ങല്ലൂർ ഉപജില്ലാ അധ്യാപക ദിനാഘോഷം നടത്തി. ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനാഘോഷം AO പതാക ഉയർത്തിയതോടെ ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ MIT ഹാളിൽ നടന്ന ദിനാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P മൊയ്തീൻകുട്ടി അധ്യാപക ദിന സന്ദേശം നൽകി. കാലടി ശ്രീശങ്കര കോളേജ് മലയാളം വിഭാഗം അധ്യാപകൻ സോബിൻ മഴവീട് മുഖ്യപ്രഭാഷണം നടത്തി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അധ്യാപകരുടെ മക്കൾ, LSS USS നേടിയ കുട്ടികൾ, സാഹിത്യരചനയിലെ വിജയികൾ എന്നിവരെ യഥാക്രമം നഗരസഭാ വൈസ് ചെയർമാൻ VS ദിനൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി എന്നിവർ ആദരിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, അധ്യാപകരായ HM ഫോറം മുജീബ് റഹ്മാൻ, HM ഫോറം കൺവീനർ PA നൌഷാദ്, അധ്യാപക സംഘടനാ നേതാക്കളായ CA നസീർ, M സീന, ഷിഹാബുദ്ദീൻ സജിദ്, OS ഷീന, A താജുദ്ദീൻ, VI മുഹ്സിൻ, PK ബിബിൻ എന്നിവർ സംസാരിച്ചു. അധ്യാപക ദിനത്തിൽ അതിരപ്പള്ളി റോട്ടറി ക്ലബ്ബ്, വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം, വെറ്റിലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി ഡോക്ടർ എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ വെറ്റിലപ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ അധ്യക്ഷയായി. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ലിജോ മത്തായി, അസിസ്റ്റന്റ് ഗവർണർ MJ ജോബി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ MM മനോജ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ജിജിമോൻ MK, ലിജി അയ്യർ, പ്രധാനാധ്യാപിക റീന CO എന്നിവർ പ്രസംഗിച്ചു. ആരോഗ്യ പ്രവർത്തകരായ ഷിജാസ് മുഹമ്മദ്, ഷെമീന TS, മണിലാൽ TT എന്നിവർ നേതൃത്വം നൽകി. മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യാപക ദിനാഘോഷം ഗുരുപൂജ 2024 നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ തത്വശാസ്ത്രത്തിലും പാശ്ചാത്യ തത്വശാസ്ത്രത്തിനുമെല്ലാം വലിയ അറിവുണ്ടായിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണൻ എന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനം കൂടിയാണ് ഈ സെപ്റ്റംബർ 5 എന്നുള്ളത്. അതുതന്നെയാണ് അധ്യാപക ദിനം എന്നുള്ളതൊക്കെ നമുക്കറിയാം. ലോകമെമ്പാടും ഒക്ടോബർ 5-നാണ് ഒരു അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ അധ്യാപക ദിനം എന്ന അടിസ്ഥാനത്തിൽ ആചരിച്ചു വന്നത്. ഇപ്പോഴും അങ്ങനെയുണ്ട്. പക്ഷെ വിവിധ രാജ്യങ്ങൾ പല ദിനങ്ങളിലായിട്ടാണ് അധ്യാപക ദിനം ആചരിക്കുന്നത്. ഡോക്ടർ S രാധാകൃഷ്ണൻ്റെ സുഹൃത്തുക്കൾ ചേർന്നാണ് അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വർഷങ്ങൾക്ക് മുമ്പ് സംഘടിപ്പിച്ചു. 1961-ലാണ് അധ്യാപക ദിനം ഉണ്ടായതെന്ന് നമുക്കറിയാം. അത് സംഘടിപ്പിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജന്മദിനമല്ല ആകേണ്ടത്. ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന, അവർക്ക് അറിവും അക്ഷരവും പകർന്നു നൽകുന്ന, അവർക്കൊരു സംസ്കാരം ഉണ്ടാക്കി കൊടുക്കുന്ന, അവരുടെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുന്നവരുടെ മുന്നോട്ട് പോകില്ല. കോളേജിലെ മുൻ അധ്യാപകനും വൈസ് പ്രിൻസിപ്പലുമായിരുന്ന TV ജോസ്, കോളേജ് പ്രിൻസിപ്പൽ EJ ജോളി, സീനിയർ അധ്യാപകരായ VA മധു, EK അൽഫോൺസ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കോളേജ് മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. മാള ജീസസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ബിനോയ് കോഴിപ്പാട്ട് അധ്യാപക ദിനത്തെക്കുറിച്ച് സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, അധ്യാപിക PK ശ്രുതി, വിദ്യാർത്ഥി പ്രതിനിധി ഹരിപ്രിയ വാര്യർ എന്നിവർ സംസാരിച്ചു.
ചന്ദ്രാപിനി ആർട്സ് ഓഫ് ലിവിംഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനത്തിൽ അധ്യാപക കുടുംബത്തെ ആദരിച്ചു. ചന്ദ്രാപിനി ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്ന കെ സിദ്ധാർത്ഥൻ, ഭാര്യ SRV UP സ്കൂളിലെ റിട്ടയർഡ് പ്രധാനാധ്യാപിക TA പ്രേമാവതി, മക്കളായ ചന്ദ്രാപിനി ഹൈസ്കൂളിലെ പ്രധാനാധ്യാപകൻ KS കിരൺ, കാട്ടൂർ പോംബെ സെന്റ് മേരീസ് സ്കൂളിലെ VHSC വിഭാഗം അധ്യാപിക KS രശ്മി, മരുമകളായ പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക KS ഇന്ദു എന്നിവരെയാണ് ആദരിച്ചത്. രാവിലെ നടന്ന ചടങ്ങിൽ ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ അധ്യാപകനും വോളിബോൾ പരിശീലകനുമായ PC രവി, എഴുത്തുകാരി MU ഗിരിജ എന്നിവർ ചേർന്ന് പൊന്നാട ചാർത്തി ആദരിച്ചു. KSSPU പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മണികണ്ഠലാൽ, MP പ്രശാന്ത്, EV ബിനി, VS ഷൈനി, ജയപ്രകാശ് കുറ്റിയിൽ, BG രാജു, TR സജിത് കുമാർ എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സ്ത്രീയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം ആല സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ ലീലയെയാണ് അറസ്റ്റ് ചെയ്തത്. ആല സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് 2 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. ആല സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് 2 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. സഹകരണ ബാങ്കിൽ 2 തവണയായി 5 പവൻ തൂക്കം വരുന്ന മുക്കുപണ്ടം പണയം വെച്ച് 2 ലക്ഷം രൂപ ലീല വാങ്ങിയിരുന്നു. പിന്നീട് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് ബാങ്ക് അധികൃതർ തിരിച്ചറിഞ്ഞത്. ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയെ തുടർന്നാണ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ശ്രീനാരായണപുരത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലും സമാന രീതിയിൽ ഇവർ 2.5 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതിനും മതിലകം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, SIമാരായ രമ്യ കാർത്തികേയൻ, MM റിജി എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി കോടതി സമുച്ചയത്തിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയായതായും 2ാം ഘട്ട നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചതായും സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. 20 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് 2ാം ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. 20 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് 2ാം ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. പ്ലാസ്റ്ററിംഗ്, ഇലക്ട്രിഫിക്കേഷൻ, പ്ലംബിംഗ്, പെയിന്റിംഗ്, ചുറ്റുമതിൽ നിർമ്മാണം, മുറികളുടെ പാർട്ടീഷൻ പ്രവൃത്തികൾ, ഇലക്ട്രോണിക് സംബന്ധമായ പ്രവൃത്തികൾ എന്നിവയാണ് ഈ ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. 2ാം ഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം നിർമ്മിക്കുന്നതിനും സ്വീവേജ് പ്ലാന്റും നിർമ്മിക്കുന്നതിനുള്ള തുടർ നടപടികൾ എത്രയും വേഗം പൂർത്തീകരിക്കുവാനും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേർന്ന അവലോകന യോഗത്തിൽ MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ജില്ലാ ജഡ്ജ് PA സിറാജുദ്ദീൻ, മജിസ്ട്രേറ്റ് സവിത VS, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാജി ശിവദാസ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു പരമേശ്വർ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു ചിറയൻ, കൗൺസിലർ നിത പോൾ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് അറങ്ങാശ്ശേരി, സെക്രട്ടറി അഡ്വക്കേറ്റ് വിൽസൺ ജോസ് വടശ്ശേരി, ലോയേഴ്സ് ക്ലർക്ക് അസോസിയേഷൻ ഭാരവാഹികളായ TG രാജീവ്, ET ബഷീർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV മേഷ, PR ശാലിനി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. പുത്തൻചിറ IML അക്കാദമിയിൽ ഓണത്തോടനുബന്ധിച്ച് 3 ഓഫറുകൾ. ജർമ്മൻ ഭാഷ A1 മുതൽ B2 വരെ പഠിക്കുന്നവർക്കും IELTS 3 മാസത്തെ കോഴ്സ് തെരഞ്ഞെടുക്കുന്നവർക്കും ഓഫർ ഉപയോഗപ്പെടുത്താം. കൂടാതെ IML റെസിഡൻഷ്യൽ അക്കാദമിയിൽ താമസം തികച്ചും സൗജന്യം. A1 മുതൽ B2 വരെ പഠിക്കുന്ന ജർമ്മൻ വിദ്യാർത്ഥികൾക്കും IELTS പഠിക്കുന്ന 3 മാസത്തെ കോഴ്സ് തിരഞ്ഞെടുക്കുന്നവർക്കും ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള ഈ ഓണ സമ്മാനത്തിനായി എത്രയും വേഗം വിളിക്കുക. IML അക്കാദമിയുമായി ബന്ധപ്പെടുക. താങ്ക് യു. ആദ്യത്തെ ഗോൾഡൻ ഓഫർ പരസ്യം കണ്ട് 48 മണിക്കൂറിനുള്ളിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 25% ഫീസ് ഇളവും താമസം IML റെസിഡൻഷ്യൽ അക്കാദമിയിൽ തികച്ചും സൗജന്യം. ഓണത്തോടനുബന്ധിച്ച് ഒരു ഗോൾഡൻ ഓഫറാണ് IML അക്കാദമി വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നത്. ഈ വീഡിയോ കണ്ട് 48 മണിക്കൂറിനകം ജർമ്മൻ A1 മുതൽ B2 വരെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 25% ഫീസ് ഇളവ് ലഭിക്കുന്നു. ഇത് 20 പേർക്ക് മാത്രമാണ് ലഭ്യമാവുക. കൂടാതെ താമസ സൗകര്യം തികച്ചും സൗജന്യം. രണ്ടാമത്തെ സിൽവർ ഓഫർ പരസ്യം കണ്ട് 72 മണിക്കൂറിനുള്ളിൽ അഡ്മിഷൻ എടുക്കുന്ന ജർമ്മൻ A1 മുതൽ B2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 15% ഫീസ് ഇളവും IELTS 3 മാസത്തെ കോഴ്സിൽ ചേരുന്നവർക്കും IML റെസിഡൻഷ്യൽ അക്കാദമിയിൽ താമസം സൗജന്യം. IML അക്കാദമി ഈ ഓണക്കാലത്ത് ഒരുക്കുന്ന രണ്ടാമത്തെ ഓഫറാണ് സിൽവർ ഓഫർ. ഈ ഓഫർ പ്രകാരം ഈ വീഡിയോ കണ്ട് 72 മണിക്കൂറിനകം അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 15% ഫീസിൽ ഇളവ് ലഭിക്കുന്നു. കൂടാതെ ഫ്രീ അക്കോമഡേഷൻ ആയിരിക്കും. 20 സ്റ്റുഡൻസിനാണ് ഈ അവസരം ലഭിക്കുന്നത്. മൂന്നാമത്തെ ബ്രൗൺസ് ഓഫർ പരസ്യം കണ്ടു വിളിക്കുന്ന A1 മുതൽ B2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്
10% ഫീസ് ഇളവും IML റെസിഡൻഷ്യൽ അക്കാദമിയിൽ താമസം സൗജന്യം. ഈ ഓഫറുകൾ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 20 പേർക്ക് മാത്രം. കൂടാതെ IML അക്കാദമി ഒരുക്കുന്ന മൂന്നാമത്തെ ഓഫറാണ് ബ്രൗൺസ്. ഈ വീഡിയോ കണ്ട് കോഴ്സിന് A1 മുതൽ B2 വരെ പഠിക്കുന്നവർക്ക് 10% ഫീസ് ഇളവും താമസം തികച്ചും സൗജന്യമായി നൽകുന്നു. ബന്ധപ്പെടേണ്ട നമ്പർ 9207732701 9207732705. ബിസിനസ് ഡെസ്ക്, മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. യന്ത്രത്തകരാർ മൂലം കടലിൽ കുടുങ്ങിയ 45 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ എറിയാട് പേബസാർ സ്വദേശി കിഴക്കേ വളപ്പിൽ ശശിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷ്ണകൃപ എന്ന ഇൻബോർഡ് വള്ളമാണ് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയത്. വള്ളത്തിലുണ്ടായിരുന്ന 45 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. FEO ശ്രുതിമോൾ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ പ്രശാന്ത് കുമാർ, ഷൈബു, റെസ്ക്യൂ ഗാർഡുമാരായ ഹുസൈൻ, വിജീഷ്, ബോട്ട് സ്രാങ്ക് ദേവസി മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധന യാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധന യാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഈ ആഴ്ചയിൽ തന്നെ 3ാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത്. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തീർത്തും സൗജന്യമായാണ് സർക്കാർ ഈ സേവനം നൽകുന്നതെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. വനം വകുപ്പിലെ ദിവസവേതന വാച്ചർമാരുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി വാഴച്ചാൽ വനം ഡിവിഷൻ ഓഫീസുകളുടെ മുന്നിൽ വാച്ചർമാർ സത്യാഗ്രഹ സമരം നടത്തി. ഒരു ഡിവിഷന്റെ കീഴിൽ മാത്രം 2000-ൽ പരം വാച്ചർമാരാണ് ജോലി നോക്കുന്നത്. 7 മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ലെന്ന് സമരക്കാർ പറഞ്ഞു. AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ഫോറസ്റ്റ് വാച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി P ശ്രീകുമാർ അധ്യക്ഷനായി. സംസ്ഥാന സർക്കാരിനും തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കുമെതിരെ നടക്കുന്ന കള്ളപ്രചാരണങ്ങൾക്കെതിരെ CPI മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. മാള ടൗണിൽ നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഞാനിത് പറയുമ്പോൾ പത്രലേഖകരോടും പത്രപ്രവർത്തകരോടും പ്രസ് ക്ലബിനോടും അതിൻ്റെ എല്ലാ ബഹുമാനവും നിലനിർത്തിയിട്ടാണ് ഞാനിത് പറയണത്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. പക്ഷേ ഇവിടെ എത്ര ആൾ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പ്രസ് ക്ലബിൽ മാധ്യമത്തിൻ്റെ പ്രതിനിധിയുണ്ട്, മംഗളത്തിൻ്റെ പ്രതിനിധിയുണ്ട്, കേരള കൗമുദിയുടെ പ്രതിനിധിയുണ്ട്, എല്ലാത്തിൻ്റെയും പ്രതിനിധിയുണ്ട്, എല്ലാ പത്രങ്ങളുടെയും ചെറിയ ചാനലുകളുടെയും ഒക്കെ പ്രതിനിധിയുണ്ട്. മാളയിലെ പ്രസ് ക്ലബിൽ CPIM-ൻ്റെ മുഖപത്രവും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒന്നുമായ ദേശാഭിമാനിയുടെ ലേഖകന് അംഗത്വമില്ല. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. T ശശിധരൻ, KV വസന്തകുമാർ, TK സന്തോഷ്, MR അപ്പുക്കുട്ടൻ, TP രവീന്ദ്രൻ, ജോർജ് നെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി SN പുരം യൂണിറ്റിൽ ഭദ്രം പ്ലസ് പദ്ധതിയിൽ അംഗമായിരിക്കെ അന്തരിച്ച പനങ്ങാട്ട് ബാബുരാജിന്റെ കുടുംബ സുരക്ഷാ ഫണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈമാറി. SN പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനനും SN പുരം മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും ചേർന്ന് തുക കൈമാറി. യോഗത്തിൽ ജൈവവൈവിധ്യ പരിപാലന സമിതി പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം ലഭിച്ച ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും BMC അംഗങ്ങളെയും SN പുരം മർച്ചന്റ് അസോസിയേഷൻ മെമന്റോ നൽകി ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MR സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി PG ദിലീപ് കുമാർ, TK സദാനന്ദൻ,
സജലത വിദ്യാസാഗർ, PK സുനിൽ, KP സുരേഷ് എന്നിവർ സംസാരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ ദേശീയപാതയിൽ കരൂപടന മുതൽ കൊടുങ്ങല്ലൂർ വരെ തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിൽ MLAയുടെ അനാസ്ഥയ്ക്കെതിരെ BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ ധർണ BJP സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി KR വിദ്യാസാഗർ, LK മനോജ്, ശശി മേനോൻ, സോമൻ കുറ്റിപ്പറമ്പിൽ, TS സജീവൻ, രശ്മി ബാബു, വിനീത ടിങ്കു, ശിവറാം, പ്രജീഷ് ചള്ളിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നാഷണൽ ആയുഷ് മിഷനും സംസ്ഥാന ആയുഷ് വകുപ്പും സംയുക്തമായി ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് കയ്പമംഗലത്ത് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സെൽബിയ ജോൺസൺ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കയ്പമംഗലം ഹോമിയോ ഡിസ്പെൻസറി ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ PM റഹ്മത്ത് ബീഗം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ PM സൈനുൽ ആബിദിൻ, റസീന ഷാഹുൽ ഹമീദ്, ജിനൂബ് അബ്ദുറഹ്മാൻ, PA ഷാജഹാൻ, KS സിബിൻ, ഖദീജ പുതിയ വീട്ടിൽ, ഹോമിയോ ഡിസ്പെൻസറി ഫാർമസിസ്റ്റ് പ്രിന്റു തോമസ് എന്നിവർ സംസാരിച്ചു. നാഷണൽ ആയുഷ് മിഷനും സംസ്ഥാന ആയുഷ് വകുപ്പും സംയുക്തമായി ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് എടതിരുത്തിയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മിലി മോഹൻദാസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ PA ഷമീർ, ഷിനി സതീഷ്, ശൈലജ ഷാനവാസ്, സജീഷ് സത്യൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS ഷബീന എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള വിഷന്റെ ലക്ഷ്യം സംരംഭക മാതൃക സൃഷ്ടിക്കലെന്ന് സംരംഭക കൺവെൻഷൻ. കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമിന് പ്രൗഢഗംഭീരമായ തുടക്കം. മാളയിൽ വാഹനാപകടം, 2 വിദ്യാർത്ഥിനികൾക്ക് പരിക്ക്. മാള സെന്റ് ആന്റണീസ് സ്കൂളിന് സമീപം ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം. സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളായ അൻവിത, പുഷ്പ, അനഘ എന്നിവർക്കാണ് പരിക്കേറ്റത്. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ സ്ത്രീയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം ആല സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ ലീലയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.